ഐ ആം സോറി ആദി, വീണ്ടും തന്നെ മുഷിപ്പിച്ചതല്ലേ. അടുത്ത ആഴ്ച റിലീസ് ചെയ്യുന്ന മൂവിയുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ട കോളായിരുന്നു അത്. പൊതുവെ മൂവിയുടെ പ്രമോഷൻ പരിപാടിയിലൊന്നും ഞാൻ പങ്കെടുക്കാറില്ല. ഇതിപ്പോൾ ഞാൻ പങ്കെടുത്തേ പറ്റൂ എന്നാണ് പറയുന്നത്. മൂവിയുടെ ഭാഗമായി പോയില്ലേ, അതുകൊണ്ട് പങ്കെടുക്കാതിരിക്കാനും പറ്റില്ല. ഞാൻ ഒരൊറ്റ ഓൺലൈൻ ചാനലിന് പോലും ഇൻ്റർവ്യൂ കൊടുക്കാറില്ല. ദിവസവും എത്രയോ ചാനലിൽ നിന്നുമാണ് ഇൻ്റർവ്യൂ കോൾ വരുന്നത്. അതുപോലുള്ള മീഡിയാസിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് പബ്ലിസിറ്റി കൂട്ടേണ്ട ആവശ്യമൊന്നും നമുക്കില്ലല്ലോ. ദേവ് ആ പറയുന്നതൊക്കെയും കേട്ടതും ആദിക്ക് ഉദയനാണ് താരത്തിലെ സൂപ്പർ സ്റ്റാർ സരോജ് കുമാറിനെയാണ് ഓർമ്മ വന്നത്. ഇതിപ്പോൾ പ്രിയ പറഞ്ഞതുപോലെ തന്നെ ഒരു സോറിയും 2-3 എക്സ്ക്യൂസും ഒരു ലോഡ് പൊങ്ങച്ചവും. ആദി ചിന്തിച്ചു പോയി. എന്നാൽ ആദി പാടിക്കൊള്ളൂ, ഞാൻ ജസ്റ്റ് ട്യൂൺ പറഞ്ഞു തരാം. ഇതിൻ്റെ കൂടെ ആദിയുടെ കയ്യിലുള്ള വെറൈറ്റീസും ആഡ് ചെയ്യാവുന്നതാണ്. അത്രയും പറഞ്ഞ് ദേവ് പാട്ടിനെക്കുറിച്ചുള്ള ഒരു ഐഡിയ പറഞ്ഞു കൊടുത്തതും ആദ്യം അവൻ്റേതായ സ്റ്റൈലിൽ വളരെ മനോഹരമായി പാടി. ദേവിൻ്റെ ട്യൂണിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടാണ് അവൻ പാടിക്കേൽപ്പിച്ചത്. അത് കേട്ടപ്പോൾ ദേവിന് അത്ഭുതം തോന്നി, ഒപ്പം കുശുമ്പും. നിമിഷ നേരം കൊണ്ട് വളരെ വ്യത്യസ്തമായ രീതിയിൽ സ്വന്തമായി ട്യൂൺ ചെയ്ത് പാടിയ ഇവൻ തനിക്കൊരു വെല്ലുവിളി ആയേക്കാം എന്ന് വരെ ദേവ് ചിന്തിച്ചു പോയി. യുവതലമുറയെ ഹരം കൊള്ളിച്ച് പിടിച്ചു നിർത്താൻ പറ്റിയ എല്ലാ കഴിവും ആദിക്കുണ്ടെന്ന് അയാൾ മനസ്സിലാക്കുകയായിരുന്നു. വാവ് ആദി, സൂപ്പർ. ആദ്യത്തെ ടൂണെ ഒട്ടും രസമില്ലായിരുന്നു, പക്ഷെ നീ നിന്റെ കയ്യിൽ നിന്നിട്ട സംഭവങ്ങളൊക്കെ ആയപ്പോൾ അടിപൊളി. പ്രിയ ആദിയുടെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് പറഞ്ഞു. പ്രിയ ആദിയെ അഭിനന്ദിക്കുന്നത് കണ്ടതും ദേവിൻ്റെ മുഖം മങ്ങിയെങ്കിലും അത് പുറത്ത് കാണിക്കാതെ പറഞ്ഞു, അതെ, മോള് പറഞ്ഞതാണ് ശരി. ആദി വളരെ മനോഹരമായി പാടി. ആദി, 2 ദിവസം കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോവും. നമ്മുടെ സോങ് റെക്കോർഡിംഗ് നടക്കുന്നത് നെക്സ്റ്റ് വീക്കാണ്. ആ സമയത്ത് ആദ്യം അങ്ങോട്ട് എത്തിയിരിക്കണം. ബാക്കി ഡീറ്റെയിൽസൊക്കെയും ഞാൻ പിന്നീട് പറയാം. ആദിയുടെ പാട്ട് കഴിഞ്ഞതും ദേവിൻ്റെ ശ്രദ്ധ മുഴുവൻ പ്രിയയിലേക്ക് നീണ്ടു. അത് മനസ്സിലാക്കിയ പ്രിയ എഴുന്നേറ്റ് പോവാൻ ഒരുങ്ങിയതും ആദ്യം അവളുടെ കയ്യിൽ മുറുക്കി പിടിച്ച് അവിടെ നിർത്തി. ഞാൻ പറയുന്നത് കേൾക്കാനുള്ള താല്പര്യം പോലും മോൾക്കില്ലെന്നറിയാം, എങ്കിലും എനിക്ക് ചിലത് പറഞ്ഞേ പറ്റൂ. ദേവ് പറഞ്ഞു തുടങ്ങിയതും പ്രിയ താല്പര്യമില്ലാത്ത മട്ടിൽ ഒരു കൈ കൊണ്ട് ഫോൺ തോണ്ടി തുടങ്ങി. മറുകൈ ഇപ്പോഴും ആദിയുടെ കൈക്കുള്ളിലാണ്. ദേവ് കാര്യമായി സംസാരിക്കുമ്പോഴും പ്രിയയുടെ ശ്രദ്ധ ഫോണിലേക്ക് നീളുന്നത് കണ്ട ആദി അവളുടെ ഫോൺ പിടിച്ചു വാങ്ങി അവൻ്റെ പോക്കറ്റിലിട്ടതും പ്രിയ അവനെ ദഹിപ്പിച്ചു നോക്കി. അന്നേരം ആദി ദേവിനെ നോക്ക് എന്ന പോലെ കണ്ണുകൊണ്ട് കാണിച്ചതും പ്രിയ തൻ്റെ ഇരു കൈയാൽ അവൻ്റെ കയ്യിൽ പിടിച്ചു അവൻ്റെ കയ്യിലേക്ക് ദൃഷ്ടി പതിപ്പിച്ച് എന്തൊക്കെയോ കാട്ടിക്കൂട്ടാൻ തുടങ്ങി. ദേവ് പറഞ്ഞു തുടങ്ങി, എനിക്കറിയാം നിനക്ക് എന്നോട് ദേഷ്യമാണെന്ന്, വെറുപ്പാണെന്ന്. നിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ച് നോക്കിയാൽ ന്യായവും ശരിയൊക്കെ നിന്റെ ഭാഗത്ത് തന്നെയാണ്. പക്ഷെ എനിക്ക് എൻ്റേതായ ചില ശരികളുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നിന്നെ ഒന്നും അറിയിക്കാതെ ഒരു അനാഥയായി വളർത്തേണ്ടി വന്നത്. സാഹചര്യം എന്നെക്കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിച്ചതാണ്. അത് നീ കരുതും പോലെ എനിക്ക് സുഖസൗകര്യത്തോടെ ജീവിക്കാൻ വേണ്ടി ആയിരുന്നില്ല. ഞാൻ ഇത്രയും കാലം ജീവിച്ചതും സമ്പാദിച്ചതും നിനക്ക് വേണ്ടിയാണ്. എനിക്ക് കിട്ടാത്ത ജീവിതവും സന്തോഷവും നിനക്ക് നേടിത്തരണം എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. നീ കരുതും പോലെ ഇന്ന് കാണുന്ന സെലിബ്രിറ്റി ലൈഫ് അത് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല. അതായിരുന്നില്ല എൻ്റെ ജീവിത ലക്ഷ്യം, മറ്റൊന്നായിരുന്നു. സാഹചര്യങ്ങൾ എന്നെ ഇവിടെ എത്തിച്ചതാണ്. നീ എൻ്റെ മകളാണെന്നറിഞ്ഞാൽ നിന്നിൽ അവകാശം പറഞ്ഞ് പലരും വന്നെന്ന് വരാം. അതുകൊണ്ടാണ് നിന്നെ രഹസ്യമായി വളർത്തിയത്. നിന്നിൽ എനിക്കല്ലാതെ മറ്റാർക്കും അവകാശം ഉണ്ടാവാൻ പാടില്ല എന്നെനിക്ക് നിർബന്ധമായിരുന്നു. അല്ലാതെ നിന്നോടുള്ള സ്നേഹക്കുറവോ നീ ഒരു ഭാരമായതുകൊണ്ടോ അല്ല നിന്നെ ഇതുപോലെ വളർത്തിയത്. പക്ഷേ ഒരു കാര്യം സത്യമാണ്, ഞാൻ ആശിച്ചു മോഹിച്ച് കിട്ടിയ മകളായിരുന്നില്ല നീ. ആഗ്രഹിക്കാത്ത നേരത്ത് വിധി സമ്മാനിച്ച മകൾ, അതാണ് സത്യം. എന്നുവെച്ചാൽ എനിക്ക് നിന്നോട് ഇഷ്ടക്കുറവൊന്നുമില്ല. ഇന്ന് ഞാൻ ഈ ഭൂമിയിൽ ആരെയെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് നിന്നെ മാത്രമാണ്. ഇന്ന് ഈ ഭൂമിയിൽ നീ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് നിൻ്റെ അച്ഛനെയും അമ്മയുമാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതുപോലെ ഞാനും ഏറ്റവും കൂടുതൽ വെറുക്കപ്പെടുന്ന ഒരു വ്യക്തിയുണ്ട്, അത് നിൻ്റെ അമ്മയാണ്. ഞാൻ ഒരിക്കൽ പോലും നിൻ്റെ അമ്മയെ സ്നേഹിച്ചിട്ടില്ല. ഇത്രയും നേരം താല്പര്യമില്ലാത്ത മട്ടിൽ കേട്ടോണ്ടിരുന്ന പ്രിയ ഇത്തവണ മുഖമുയർത്തി അയാളെ ഒന്ന് നോക്കി. നിൻ്റെ അമ്മയെന്ന് പറയുന്ന ആ സ്ത്രീ കാരണമാണ് എനിക്കും നിനക്കും ഇതുപോലെ അപരിചിതരെ പോലെ ജീവിക്കേണ്ടി വന്നത്. ഞാൻ എന്തുകൊണ്ട് നിൻ്റെ അമ്മയെ ഇത്രയേറെ വെറുക്കുന്നു, അതിൻ്റെ കാരണം മാത്രം അവൾ എന്നോട് ചോദിക്കരുത്. അത് നിന്നോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഓർക്കാൻ പോലും ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണ് അതൊക്കെയും. നിൻ്റെ അമ്മ നഷ്ടപ്പെടുത്തിയത് നിൻ്റെ ജീവിതം മാത്രമായിരുന്നില്ല, എൻ്റെ സ്വപ്നവും എൻ്റെ ജീവിതവും സന്തോഷവും കുടുംബവും ഒക്കെയാണ്. നിന്നെപ്പോലെ കഴിഞ്ഞ 18 വർഷവും ഞാൻ സന്തോഷമെന്ന് അറിഞ്ഞിട്ടില്ല. ഞാൻ മനസ്സറിഞ്ഞ് ചിരിച്ചിട്ടില്ല.
അച്ഛനും അമ്മയും കൂടപ്പിറപ്പുകളും നാടും വീടും കുടുംബവും ഒന്നുമില്ലാത്ത ഏകാന്ത ജീവിതം. പുറമേ നിന്ന് കാണുന്നവർക്കോ ലക്ഷറിയസ് ലൈഫും. എപ്പോഴും ഞാൻ ആഗ്രഹിക്കും നീ എൻ്റെ മകളാണെന്ന് എല്ലാവരുടെ മുന്നിൽ അവകാശത്തോടെ വിളിച്ചു പറഞ്ഞു. ഇത്രയും നാൾ നിനക്ക് നിഷേധിച്ച ഒരു അച്ഛൻ്റെ സ്നേഹം മുഴുവനും വാരിക്കോരി തന്ന് ഇനിയുള്ള കാലം സന്തോഷത്തോടെ നിന്നോടൊപ്പം ജീവിക്കണമെന്ന്. പക്ഷേ അപ്പോഴും നിന്റെ അമ്മ ആരാണെന്ന ചോദ്യം നിന്നിൽ നിന്നും ബാക്കി എല്ലാവരിൽ നിന്നും ഉയരാം. നിനക്ക് ജന്മം തന്നു എന്നത് സത്യമാണ്, പക്ഷേ ആ സ്ത്രീയെ നീ സ്നേഹിക്കരുതെന്ന് എനിക്ക് നിർബന്ധമായിരുന്നു. എന്തിന്? ആ മുഖമോ പേരോ ഒന്നും നീ കാണുന്നതോ അറിയുന്നതോ ഓർക്കുന്നതോ എനിക്കിഷ്ടമല്ലായിരുന്നു. നിന്റെ അമ്മയുടെ ഒരു ഓർമ്മകളും നിന്നിൽ ഉണ്ടാവാൻ പാടില്ലെന്ന് ഞാൻ കരുതി. കേൾക്കുന്നവർക്ക് അതൊരു തെറ്റായി തോന്നാം, പക്ഷേ അതെൻ്റെ ശരികളിലൊന്നായിരുന്നു. അത്രയ്ക്കും ഞാൻ അവളെ വെറുക്കുന്നു. മരിച്ചു മണ്ണടിഞ്ഞിട്ടും അവളോടുള്ള വെറുപ്പ് ഒരു കണിക പോലും കുറഞ്ഞിട്ടില്ല. നിന്റെ അമ്മ ഇപ്പോൾ ഭൂമിയിൽ ജീവിച്ചിരിപ്പില്ല എന്നതേ മറ്റൊരു സത്യം കൂടിയാണ്. നീ എൻ്റെ മാത്രം മകളാണ്, അങ്ങനെ ആയിരിക്കണം. അതുകൊണ്ട് ഇനി നിന്റെ അമ്മയെ പറ്റി കൂടുതൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞത് നിന്റെ സിമ്പതി നേടാനോ നീ എന്നെ സ്നേഹിക്കണമെന്ന് പറയാനോ ഒന്നിനു വേണ്ടിയല്ല. നിനക്ക് എന്നെ സ്നേഹിക്കാം, സ്നേഹിക്കാതിരിക്കാം. എന്നെ അച്ഛനായി അംഗീകരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആ അവകാശം പിടിച്ചു വാങ്ങാൻ ഞാൻ ഇനി നിന്റെ മുന്നിൽ വരില്ല. അതൊക്കെ നിന്റെ ഇഷ്ടം. പക്ഷെ നീ എൻ്റെ മകളല്ലെന്ന് മാത്രം നീ പറയരുത്. ഈ ഭൂമിയിൽ എനിക്ക് സ്വന്തമെന്ന് പറയാൻ ഇപ്പോൾ നീ മാത്രമേ ഉള്ളൂ. ഞാൻ 2 ദിവസം കഴിഞ്ഞ് ഇവിടെ നിന്ന് മടങ്ങും. പോകുന്നതിന് മുൻപ് നിൻ്റെ കൂടെ കുറച്ച് നല്ല നിമിഷങ്ങൾ സ്പെൻഡ് ചെയ്യണം എന്നുണ്ടായിരുന്നു. മോള് എൻ്റെ കൂടെ 2 ദിവസം വന്ന് താമസിക്കുമോ? ഇനി ഇത് പറഞ്ഞ് ഞാൻ മോളെ ബുദ്ധിമുട്ടിക്കില്ല. ഒരേ ഒരു തവണ മതി. അത് കഴിഞ്ഞു കഴിവതും ഞാൻ നിൻ്റെ മുന്നിൽ വരാതിരിക്കാൻ ശ്രമിക്കാം. ഇതൊക്കെ കേട്ടിട്ടും പ്രിയയുടെ ഭാഗത്തു നിന്ന് പ്രതികരണമൊന്നുമില്ലായിരുന്നു. മോൾക്ക് താല്പര്യമില്ലെങ്കിൽ വേണ്ട, ഞാൻ നിർബന്ധിക്കില്ല. അതും പറഞ്ഞ് അയാൾ എഴുന്നേറ്റ് നടന്നു. അയാളുടെ കണ്ണുകൾ അന്നേരം ഈറനണിഞ്ഞിരുന്നു. അത് ആദ്യം പ്രിയയും ശ്രദ്ധിക്കുകയും ചെയ്തു. ആ കണ്ണ് നിറഞ്ഞത് കണ്ടപ്പോൾ പ്രിയയ്ക്ക് എവിടെയോ ഒരു കുറ്റബോധം. അവളൊന്നും മിണ്ടാതെ എങ്ങോട്ടോ മിഴികളോന്നിയിരുന്നു. പ്രിയ, ഇതൊക്കെ കേട്ടിട്ട് നിനക്ക് എന്ത് മനസ്സിലായി? ഒന്നും മനസ്സിലായില്ല. ആദിയുടെ ചോദ്യം കേട്ട് പ്രിയ എങ്ങോട്ടോ ദൃഷ്ടി പതിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അതെന്താ? എവിടെയും തൊടാതെ പറഞ്ഞാൽ എനിക്കെങ്ങനെ മനസ്സിലാവാനാടി? എന്നാ എനിക്ക് ചിലത് മനസ്സിലായി. ആദി പറഞ്ഞത് കേട്ടതും പ്രിയ തലചരിച്ച് അവനെ ഒന്ന് നോക്കി. എന്ത് മനസ്സിലായെന്ന്? അത് പിന്നെ പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്. ഇവിടെ നിന്റെ അമ്മയ്ക്ക് ഒരു വില്ലത്തി റോളാണുള്ളത്. നിന്റെ അച്ഛൻ്റെ ജീവിതം കുട്ടിച്ചോറാക്കിയ ഒരു വില്ലത്തി. ഇവിടെ ഹീറോ നിന്റെ അച്ഛനാണെങ്കിൽ ഇതിനിടയിൽ ഒരു ഹീറോയിൻ ഒളിഞ്ഞു കിടപ്പുണ്ട്. അത് നിന്റെ അച്ഛൻ്റെ വാക്കുകളിൽ നിന്നും വ്യക്തമാണ്. ചിലപ്പോൾ അത് നിന്റെ അച്ഛൻ്റെ മുൻ പ്രണയമായിരിക്കാം. എല്ലാം പറയുമ്പോൾ നിന്റെ അച്ഛൻ്റെ കണ്ണുകളിൽ നഷ്ടപ്രണയം അലയടിക്കുന്നത് ഞാൻ കണ്ടതാ. ചിലപ്പോൾ നിന്റെ അമ്മ കാരണമാവാം നിന്റെ അച്ഛൻ ഇതൊക്കെ നഷ്ടപ്പെട്ടത്. ആദ്യം പറയുന്നത് കേട്ടതും പ്രിയ കണ്ണു വീഴ്ച അവനെ ഒന്ന് നോക്കി. പക്ഷെ അപ്പോഴും ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യം മാത്രം ബാക്കിയാണ്. എന്താ അത്? പ്രിയ നെറ്റിച്ച് വിളിച്ചുകൊണ്ട് ചോദിച്ചു. അത് പിന്നെ ഇത്രയേറെ നിന്റെ അമ്മയെ വെറുക്കുന്ന, ഒരിക്കൽ പോലും നിന്റെ അമ്മയെ സ്നേഹിക്കാത്ത നിന്റെ അച്ഛൻ. അപ്പോൾ പിന്നെ നീ എങ്ങനെ ഉണ്ടായി? നീ പറഞ്ഞ പോലെ ഇതൊരു കയ്യബദ്ധം തന്നെ. എല്ലാം കൂടി കൂട്ടി വായിച്ചാൽ ആ പാവത്തിന് ഏതോ ഒരു ദുർബല നിമിഷത്തിൽ പറ്റിപ്പോയ തെറ്റ്. അതാണ് എൻ്റെ മുന്നിലിരിക്കുന്ന നീ. ആദ്യം അത്രയും പറഞ്ഞതും പ്രിയ അവനെ ദഹിപ്പിച്ച് നോക്കി എഴുന്നേറ്റ് പോവാനൊരുങ്ങി. പിണങ്ങാതെ പെണ്ണേ, ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. അതും പറഞ്ഞ് ആദ്യം അവളെ മടിയിൽ പിടിച്ചിരുത്തി വയറിലൂടെ വട്ടം ചുറ്റി പിടിച്ചു. എൻ്റെ ഏറ്റവും വലിയ ശരികളിൽ നിന്നാണ് എൻ്റെ ഈ ബട്ടർഫ്ലൈ. എനിക്ക് നിൻ്റെ അച്ഛനാരായാലും അമ്മ ആരായാലും ഒരു കുഴപ്പമില്ല. ആരും അവകാശം പറയാനില്ലാത്തപ്പോൾ നമ്മുടെ ലൈഫ് ബ്യൂട്ടിഫുൾ ആയിരുന്നു എന്ന് വേണം പറയാൻ. ഇതിപ്പോൾ നിൻ്റെ അച്ഛന് വിഷമം ആവണ്ടല്ലോ എന്ന് കരുതിയാണ് ഞാൻ നിങ്ങളെ തമ്മിൽ സെറ്റാക്കാൻ ഇറങ്ങി തിരിച്ചത്. അവളുടെ കാതിൽ മുഖമുരസിക്കൊണ്ട് ആദ്യം പറഞ്ഞു. അത് വിട്, അങ്ങേര് കാണും. അങ്ങേരല്ല, അച്ഛൻ. ഇനി അങ്ങനെ വിളിക്കാൻ പാടുള്ളൂ. ഒന്ന് വിളിച്ചേ, ഞാൻ കേൾക്കട്ടെ. ഓ പിന്നെ അവന് കേൾക്കണം പോലും. നീ അതെ നിൻ്റെ കൊച്ചു വിളിക്കുമ്പോൾ കേട്ടാൽ മതി. എൻ്റെ കൊച്ചു എന്നെ പപ്പാന്ന് വിളിക്കുന്നതാണ് എനിക്കിഷ്ടം. അതിപ്പോൾ കേൾക്കാനും പറ്റില്ലല്ലോ. കുറച്ച് വർഷങ്ങൾ കൂടി കാത്തിരിക്കണ്ടേ? അവളുടെ കവിളിൽ അമർത്തി മുത്തിക്കൊണ്ടവൻ പറഞ്ഞു. ആദി വിട്, അച്ഛനാണെങ്കിൽ അച്ഛൻ. അച്ഛൻ കണ്ട മോശമാണ്. പ്ലീസ് ആദി വിട്. പ്രിയ കെഞ്ചി പറഞ്ഞതും ആദ്യം അവളുടെ മറ്റേ കവിളിൽ ചുണ്ടമർത്തിക്കൊണ്ട് അവളിൽ നിന്നുള്ള പിടിവിട്ടു. പ്രിയ അവന് തൊട്ടരികിലെ കസേരയിൽ വന്നിരുന്നു. എന്നിട്ട് നീ എന്ത് തീരുമാനിച്ചു? അച്ഛൻ്റെ കൂടെ പോകുന്നുണ്ടോ? പ്രിയ ഒന്നും മിണ്ടിയില്ല.
പാവം നിന്റെ പ്രസൻസ് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ ആ മനസ്സിൽ എന്തൊക്കെയോ വിഷമങ്ങൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. നിനക്ക് 2 ദിവസം കൂടെ പോയി താമസിച്ചൂടെ? ആദ്യം നീ എന്തൊക്കെയായി പറയുന്നത്? എനിക്ക് പുതിയ അന്തരീക്ഷവുമായി പൊരുത്തപ്പെടാൻ കുറച്ച് സമയം പിടിക്കും. ഞാൻ അതെല്ലാം ആക്സെപ്റ്റ് ചെയ്യാൻ മനസ്സിലൊന്ന് പാകപ്പെടുത്തി എടുക്കട്ടെ, എന്നിട്ട് ആലോചിക്കാം ബാക്കിയൊക്കെയും. അല്ലാതെ പെട്ടെന്ന് എന്നെ കൊണ്ട് പറ്റില്ല. പ്ലീസ് പ്രിയ, എനിക്ക് വേണ്ടി. ഞാൻ പറഞ്ഞാൽ നീ കേൾക്കില്ലേ? എൻ്റെ ആദ്യം എന്തിനും ഏതിനും നീ ഇതിൽ കയറി പിടിക്കല്ലേ. പ്ലീസ് പ്രിയ, ഐ ബെഗ് യു. നീ കൂടെ വരുമോ? എങ്കിൽ ഞാൻ സമ്മതിക്കാം. അതിന് എന്നെ വിളിച്ചില്ലല്ലോ, നിന്നെ മാത്രമല്ലേ നിൻ്റെ അച്ഛൻ വിളിച്ചുള്ളൂ. ഞാൻ എന്തായാലും ഇല്ല. എങ്കിൽ ഞാനും ഇല്ല, പ്രിയയും പറഞ്ഞു. പ്രിയ, ഇപ്പം ഞാൻ അവിടെ വന്ന് താമസിക്കുക മോശമല്ലേ? അദ്ദേഹത്തെ വീട്ടിൽ ഒരുപാട് പേര് കാണാനൊക്കെ വരുന്നതല്ലേ. അപ്പോൾ എന്നെ അവിടെ കണ്ട ആരാണ്, ഏതാണ്, എന്താണ് എന്നൊക്കെ ചോദ്യങ്ങൾ ഉയരും. അവർക്കൊന്നും അറിയില്ലല്ലോ നമ്മുടെ കല്യാണം കഴിഞ്ഞ കാര്യം. തൽക്കാലം ആരും ഒന്നും അറിയണ്ട, ഓക്കെ? നീ പോകുന്നു, 2 ദിവസം നിൻ്റെ അച്ഛൻ്റെ കൂടെ താമസിക്കുന്നു, ഫിക്സ്ഡ്. ഇനി മാറ്റമൊന്നുമില്ല. ആദ്യം പറഞ്ഞ് കഴിയുമ്പോഴേക്കും ദേവ് അങ്ങോട്ട് വന്നിരുന്നു. അങ്കിൾ, പ്രിയ അങ്കിളിൻ്റെ കൂടെ ഇന്ന് വരാമെന്ന് സമ്മതിച്ചു. പ്രിയ എന്തെങ്കിലും പറയുന്നതിന് മുന്നേ ആദ്യം ചാടിക്കയറി പറഞ്ഞിരുന്നു. ആണോ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. താങ്ക് യു ആദി, താങ്ക് യു സോ മച്ച്. ദേവ് ആദിയെ ഹഗ് ചെയ്തുകൊണ്ട് പറഞ്ഞു. ആദ്യപോലെ അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള ഒരു പാർട്ട്ണറെ കിട്ടിയ എൻ്റെ മകൾ ഭാഗ്യവതിയാണ്. അതുപോലെ ആദ്യ എനിക്ക് മരുമകനല്ല, മകൻ തന്നെയാണ്. ആദ്യയെ ഭംഗി വാക്കുകൾ കൊണ്ട് മൂടുമ്പോഴും ദേവിൻ്റെ മുഖത്ത് വിരിയുന്ന നിഗൂഢ ഭാവം പ്രിയോ ആദ്യം കണ്ടില്ല. ആദ്യവും ദേവും തമ്മിലുള്ള ബോണ്ട് കണ്ടപ്പോൾ പ്രിയക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ സന്തോഷം തോന്നി. ആദ്യയുടെ നിർബന്ധപ്രകാരം പ്രിയക്ക് ദേവിൻ്റെ കൂടെ പോവേണ്ടി വന്നു. ദേവിൻ്റെ കൂടെ ഇറങ്ങാൻ നേരം അല്പം മാറി നിന്ന് പ്രിയ ആദിയെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. ഒടുവിൽ അവൻ അവളുടെ നെറുകയിൽ ചുണ്ടമത്തി എന്തൊക്കെയോ പറഞ്ഞ് അയാളുടെ കാറിൻ്റെ കോ ഡ്രൈവിംഗ് സീറ്റിൽ ഡോറും തുറന്ന് അതിലിരുത്തി. ആദി, സമയം കിട്ടുകയാണെങ്കിൽ അങ്ങോട്ടൊക്കെ ഇറങ്ങ്, നമുക്ക് നാളെ ഒന്ന് കറങ്ങാൻ പോയേക്കാം. ദേവ് ആദിയോട് പറഞ്ഞതും പ്രിയ പ്രതീക്ഷയോട് ആദിയെ നോക്കി. ഇല്ല അങ്കിൾ, ഞാൻ നാളെ കുറച്ച് ബിസിയാണ്. അങ്കിൾ പ്രിയയും കൊണ്ട് പോയിക്കോളൂ. ആദ്യം അത് പറഞ്ഞത് കേട്ടതും അവൾ മുഖം വേർപ്പിച്ചു. അവനൊന്ന് നോക്കി. അവളുടെ മുഖം കാണുമ്പോൾ ചിരി വരുന്നുണ്ടായിരുന്നു. അവൾക്ക് നേരെ ഒരു പുഞ്ചിരി സമ്മാനിച്ചു. അവരുടെ വണ്ടി കൺമുന്നിൽ നിന്നും മായുന്നത് വരെ ആദ്യം അവരെ നോക്കി നിന്നു. ആദ്യം തൻ്റെ വണ്ടിയിൽ കയറാൻ നേരാണ് പ്രിയയുടെ മെസ്സേജ് കാണുന്നത്. ഡാ കൊരങ്ങ, നിന്നോട് ഞാൻ മിണ്ടില്ല. എന്നെ ഒറ്റയ്ക്ക് വിട്ടില്ലേ? എനിക്ക് നിന്നെ മിസ് ചെയ്യും. രാത്രി വീഡിയോ കോൾ ചെയ്യണേ. അത് വായിച്ചതും ആദ്യയുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. നാളെ താൻ അവരുടെ കൂടെ ചെന്ന പ്രിയയുടെ ശ്രദ്ധ മുഴുവനും തന്നിലാവും. അച്ഛനും മകൾക്കിടയിൽ താനൊരു കരടായി മാറണ്ടല്ലോ. ശേഷം ആദ്യ ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. അവിടെ നിന്ന് തൻ്റെ വണ്ടി എടുത്തു പോയി. പിന്നീടുള്ള 2 ദിവസങ്ങളിൽ ആദ്യ പ്രിയയെ ഫോണിൽ വിളിച്ച് സംസാരിച്ചു എന്നല്ലാതെ കാണാൻ ചെന്നില്ലായിരുന്നു. 2 ദിവസം കഴിഞ്ഞതും ദേവിൻ്റെ ഫോൺ കോൾ ആദ്യയെ തേടിയെത്തി. താൻ ചെന്നൈക്ക് പോവുകയാണെന്നും അവിടെ ഒരു പാർട്ടി കൂടി ഉണ്ടെന്നും അതിൽ പ്രിയ എല്ലാവർക്കും ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടതുണ്ടെന്നും പ്രിയ വരാൻ കൂട്ടാക്കുന്നില്ലെന്നും താനൊന്ന് അവളെ പറഞ്ഞ് സമ്മതിപ്പിക്കണമെന്ന് അയാൾ പറഞ്ഞപ്പോൾ അന്നേരം ആദ്യക്ക് മറുത്തൊന്നും പറയാൻ പറ്റിയില്ല. അതിൻ്റെ കൂടെ ആദ്യയുടെ അടുത്ത ആഴ്ച സോങ് റെക്കോർഡിങ്ങിന് വേണ്ടി ചെന്നൈയിലേക്ക് വരണം എന്നും കൂടി പറഞ്ഞിരുന്നു. എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും അയാളുടെ പ്രിയെ വിളിച്ചു പറയുമെന്നും പ്രിയയുമായി അവിടെ നിന്ന് ആദ്യക്ക് ഒരുമിച്ച് തിരികെ മടങ്ങാനും ദേവ് ആദ്യയോട് പറയുകയുണ്ടായി. പിന്നീട് ആദ്യം എങ്ങനെയൊക്കെയോ പ്രിയയെ പറഞ്ഞ് മനസ്സിലാക്കി ദേവിൻ്റെ കൂടെ പറഞ്ഞയക്കുകയായിരുന്നു. അവരെ യാത്ര അയക്കാൻ വേണ്ടി ആദ്യം എയർപോർട്ടിലെത്തിയിരുന്നു. അങ്ങനെ ദേവിൻ്റെ കൂടെ പ്രിയ ചെന്നൈയിലേക്ക് യാത്ര തിരിച്ചു. 2 ആഴ്ചയ്ക്ക് ശേഷം രാവിലെ കോളേജിൻ്റെ വാഗമരച്ചോട്ടിൽ ആദ്യം തൻ്റെ കൂട്ടുകാരുടെ കൂടെ ഇരിക്കുകയായിരുന്നു. ആ സമയത്താണ് പ്രിയ വലിഞ്ഞു മുറുക്കിയ മുഖവുമായി അങ്ങോട്ട് വരുന്നത്. പ്രിയയെ കണ്ടതും ആദ്യയുടെ കൂട്ടുകാർ അവൾക്ക് നിറഞ്ഞ ചിരി സമ്മാനിച്ചപ്പോൾ അവൾ അവരോട് ചിരിച്ചെന്ന് വരുത്തി ആദ്യം ഒന്ന് നോക്കി. പ്രിയ, താൻ എപ്പോൾ ചെന്നൈയിൽ നിന്ന് തിരിച്ചു വന്നു? ഇന്നലെ വന്നതേ ഉള്ളൂ ശ്യാമേട്ട. അവിടെയൊക്കെ എങ്ങനെ, അടിപൊളിയാണോ? ഹേയ്, എനിക്ക് ഭയങ്കര ബോറടിയായിരുന്നു. എൻ്റെ മനസ്സ് മുഴുവൻ ഇവിടെയായിരുന്നു. അത്രയും പറഞ്ഞവൾ ആദ്യക്ക് നേരെ നടന്നു. ആദ്യമാണെങ്കിൽ അവൾക്ക് മുഖം കൊടുക്കാതിരിക്കാൻ മാക്സിമം നോക്കുന്നുണ്ട്. ആദി, നീ ഇങ്ങ് വന്നേ, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. പ്രിയ ആദിയുടെ കൈ പിടിച്ച് വലിച്ചുകൊണ്ട് പറഞ്ഞു. പ്രിയ, കൈ വിട്, നമുക്ക് പിന്നെ സംസാരിക്കാം. ഇപ്പോൾ ക്ലാസ് തുടങ്ങും, നീ ചെല്ല്. പറ്റില്ല, എനിക്ക് നിന്നോട് സംസാരിച്ചേ പറ്റൂ, ഇല്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിച്ചു പോവും. നീ എന്തിനാദ്യം എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നത്? ഞാൻ വിളിച്ചാൽ പോലെ എടുക്കാൻ പറ്റാത്ത എന്ത് തിരക്കാണ് നിനക്കുള്ളത്? ചെന്നൈക്ക് വരാമെന്നും അവിടെ നിന്ന് ഒരുമിച്ച് ഇങ്ങോട്ട് മടങ്ങാമെന്ന് പറഞ്ഞു എന്നെ അങ്ങോട്ട് പറഞ്ഞയച്ച നീ അങ്ങോട്ട് വന്നില്ല എന്ന് മാത്രമല്ല, നിൻ്റെ ഒരു മിസ്ഡ് കോൾ പോലും എന്നെ തേടിയെത്തിയില്ല. നീ എൻ്റെ അച്ഛനോട് റെക്കോർഡിങ്ങിന് വരാമെന്നും പറഞ്ഞ് പറ്റിച്ചു. എല്ലാവരുടെ മുന്നിലും
നിനക്ക് ഒരുപാട് ഹൈപ്പ് കൊടുത്തിട്ടാണ് അച്ഛൻ നിന്നെ അന്ന് സ്റ്റുഡിയോയിൽ കാത്തിരുന്നത്. അന്ന് അങ്ങേരെ എല്ലാവരുടെയും മുന്നിൽ നാണം കെട്ടില്ലേ? അവസാനം വേറെ ആരെയോ വെച്ച് പാടിച്ചു. പാട്ടും ഇറങ്ങി. പാട്ട് സൂപ്പർ ഹിറ്റാണ്. യൂട്യൂബിൽ ട്രെൻഡിങ് ലിസ്റ്റിൽ 1ാം സ്ഥാനത്താണ് ആ പാട്ടുള്ളത്. നല്ലൊരു ചാൻസ് കിട്ടിയപ്പോൾ അവനത് വേണ്ടെന്ന് വെച്ചു. എന്താ ആദ്യം നിനക്ക് പറ്റിയേ? പറ ആദി, എനിക്കറിയണം. എന്തിനാ എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്? എന്നെ കാണാതെ സംസാരിക്കാതെ ഒരു നിമിഷം പോലും പറ്റില്ലെന്ന് പറഞ്ഞിട്ട് ഇപ്പം എത്ര ദിവസമായി നീ എന്നോടൊന്ന് മിണ്ടിയിട്ട്? എനിക്ക് പറ്റുന്നില്ല ആദി. പ്രിയയുടെ കണ്ണ് നിറഞ്ഞു തൂവി. പെട്ടെന്നാണ് ആദിയുടെ പൊട്ടിച്ചിരി അവിടെ ഉയർന്നത്. അത് കേട്ടതും പ്രിയയും അവൻ്റെ ഫ്രണ്ട്സും ആദ്യം ഒന്ന് നോക്കിപ്പോയി. ഇതാണ് എനിക്ക് വേണ്ടിയിരുന്നത്. ഈ ഒരു ദിവസത്തിന് വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത്. എൻ്റെ മുന്നിലല്ല, ദേ എല്ലാവരുടെ മുന്നിൽ നിന്ന് ഇതുപോലെ എല്ലാം നഷ്ടപ്പെട്ട് കരയുന്ന നിൻ്റെ മുഖം എനിക്ക് കാണണമായിരുന്നു. ദാ ഇപ്പോൾ കണ്ടു. ഇതാടാ, കണ്ടില്ലേ? ഞാൻ ബെറ്റി ജയിച്ചില്ലേ? എൻ്റെ മുഖത്ത് അടിച്ചവളെ ഞാൻ വെറുതെ വിട്ടു എന്ന് പറഞ്ഞ് നിങ്ങൾ എന്നെ കളിയാക്കിയില്ലേ? അന്ന് ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടോ? അവൾ എൻ്റെ മുന്നിൽ നിന്ന് എല്ലാം നഷ്ടപ്പെട്ട് കരയുന്ന ഒരു ദിവസം വരുന്നു. ആ ദിവസമാണ് ഇന്ന്. പ്രിയ, ഇറ്റ്സ് മൈ റിവഞ്ച്. നീ എനിക്ക് വെറും ത്രില്ല് മാത്രമായിരുന്നു. ആ ത്രില്ല് പോയപ്പോൾ ഞാൻ നിന്നെ നൈസായിട്ട് ഒഴിവാക്കാൻ നോക്കി. അത്രയേ ഉള്ളൂ. നൗ ഐ ഹേറ്റ് യു പ്രിയ, ഐ ഹേറ്റ് യു. ആദ്യ പറഞ്ഞത് കേട്ടതും പ്രിയയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. അവൾ ആദ്യയുടെ കോളറിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു, ടാ, നീ എന്താ പറഞ്ഞതെന്ന്? വിടടി പുല്ലേ, നിനക്കെന്താ ചെവി കേൾക്കില്ലേ? ആദ്യം അവളുടെ പിടി വിടിവിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. ഇല്ല, വിടില്ല ഞാൻ. എനിക്കറിയണം, എനിക്കെല്ലാം അറിയണം. നീ ഇപ്പം എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നു? അപ്പോൾ ഇത്രയും നാൾ എന്നോട് കാണിച്ച സ്നേഹമൊക്കെയും അതൊക്കെ എന്തായിരുന്നു? അതിന് നിന്നെ ആര് സ്നേഹിച്ചു? സ്നേഹം നടിക്കുകയായിരുന്നു ഞാൻ. സ്നേഹിച്ചിരുന്നു നിന്റെ ശരീരത്തെ, സ്വന്തമാക്കാൻ ആഗ്രഹിച്ചിരുന്നു. അതും നിന്റെ ശരീരത്തെ മാത്രം. അതും നീ മനസ്സറിഞ്ഞ് എനിക്ക് സമർപ്പിക്കണമെന്ന് എൻ്റെ വാശിയായിരുന്നു. എൻ്റെ ആ വാശി വിജയിക്കുകയും ചെയ്തു. നീ അന്ന് എനിക്ക് സമ്മാനിച്ച ആ മനോഹരമായ രാത്രി, അത് ഞാൻ ഒരിക്കലും മറക്കില്ല. നീ വല്ലാത്തൊരു ലഹരി തന്നെയാണ്. ആ ലഹരി എന്നെന്നും കിട്ടിയാൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ വേണ്ട, എൻ്റെ അഭിമാനം അതിനെ അനുവദിക്കുന്നില്ല. ഒരു രാത്രി മാത്രം മതിയായിരുന്നു. പ്രിയയും ആദ്യം ഇപ്പോൾ അവർക്ക് മാത്രം കേൾക്കാൻ പാകത്തിലായിരുന്നു ഇതൊക്കെയും പറഞ്ഞുകൊണ്ടിരുന്നത്. നീ ഇത്രയ്ക്കും വൃത്തികെട്ടവനാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നേ ഞാൻ ഒരിക്കലും നിന്നെ സന്തോഷിപ്പിക്കില്ലായിരുന്നു. ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിന്റെ വാശി ജയിക്കാൻ വേണ്ടിയിരുന്നത് എൻ്റെ ശരീരമായിരുന്നെങ്കിൽ പിന്നെ എന്തിന് എനിക്ക് ഈ താലി സമ്മാനിച്ചു? അത് 2 തവണ. ദൈവത്തിന് മുന്നിൽ പോലും നീ എത്ര ഭംഗിയായിട്ടാണ് നാടകം കളിച്ചത്. പറ, ഇതിന് നിനക്ക് മറുപടി പറയാനൊന്നുമില്ലേ? പ്രിയ ആദിയുടെ കോളറിൽ ഒന്നുകൂടി പിടിമുറുക്കി. ഇടി പുല്ലേ, കൂടുതൽ ഷോ ഇറക്കല്ലേ. അത് വെറും ചരടാണെന്ന് നീ തന്നെ പറഞ്ഞിട്ടില്ലേ? ഞാനും അത്രയേ കരുതിയിട്ടുള്ളൂ. പിന്നെ നമുക്കിടയിൽ നടന്നതൊന്നും ഞാൻ യുവന്മാരോട് പറഞ്ഞിട്ടില്ല. ഇനി നീ ആയിട്ട് അതും കൂടി അറിയിച്ച് കൂടുതൽ നാണം കെടണോ? അത് തൻ്റെ ഷർട്ടിൽ പിടുത്തമിട്ട് അവളുടെ ഇരുകൈക്ക് മേലെയും പിടിച്ചുകൊണ്ട് പറഞ്ഞതും പ്രിയ അവനെ പിടിച്ച് തള്ളി. അറിയട്ടെ, നിന്റെ തനി സ്വഭാവം നിന്റെ കൂട്ടുകാരും കൂടി അറിയട്ടെ. പ്രിയ തൻ്റെ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് അതും പറഞ്ഞ് ബാക്കി 3 പേർക്ക് നേരെ തിരിഞ്ഞു. നിങ്ങൾക്കറിയോ ഇവനെ ഞാൻ എന്തുമാത്രം സ്നേഹിച്ചിരുന്നെന്നോ വിശ്വസിച്ചിരുന്നെന്നോ? എനിക്കിവനെന്നാ ഭ്രാന്തായിരുന്നു. ആ ഭ്രാന്ത് മൂത്തപ്പോൾ ഞാൻ എന്നെ തന്നെ മുഴുവനായി ഇവനെ സമർപ്പിച്ചിരുന്നു. എൻ്റെ സ്വകാര്യ അഹങ്കാരം അതായിരുന്നു ഇവൻ. ഇവനെപ്പോലെ ഒരു പാർട്ട്ണറെ കിട്ടിയത് എൻ്റെ ഭാഗ്യമെന്ന് പറഞ്ഞ് ഞാൻ എല്ലാവരുടെ മുന്നിൽ എത്ര അഹങ്കരിച്ചിട്ടുണ്ടെന്നോ? എന്നിട്ടിപ്പോൾ അവൻ പറയുന്നത് നിങ്ങളും കേട്ടതല്ലേ? ഞാൻ അവനൊരു വെറും ത്രില്ല് മാത്രമായിരുന്നെന്ന്. ആ ത്രില്ല് പോയെന്ന്. എന്നോട് കാണിച്ച സ്നേഹവും അവൻ്റെ റിവഞ്ചായിരുന്നെന്ന്. എന്നെ ഇങ്ങനെ ദ്രോഹിക്കാൻ ഞാൻ അവനോട് എന്ത് തെറ്റാ ചെയ്തത്? അറിയാതെ ഒന്ന് അടിച്ചു പോയതോ? അതിൻ്റെ ഇരട്ടി അവൻ എന്നെ അടിച്ചില്ലേ? അവനെ ഒരുപാട് ദ്രോഹിച്ചിട്ടും ഞാൻ എല്ലാം മറന്ന് അവന് ജീവന തുല്യം സ്നേഹിച്ചു. അതെൻ്റെ തെറ്റ്. ഇവനായിരുന്നു എൻ്റെ ലോകമെന്ന് ഞാൻ വിശ്വസിച്ചു പോയി. എൻ്റെ ഒരു ദിവസം തുടങ്ങുന്നതും അവസാനിക്കുന്നതും ഇവനിൽ നിന്നായിരുന്നു. അത്രയ്ക്ക് ഞാൻ പ്രണയിച്ചിരുന്നു. ഞാനൊരു മണ്ടിയായിപ്പോയല്ലോ ഈശ്വര. ഭൂലോക തോൽവി. ഒരാളെയും കണ്ണടച്ച് വിശ്വസിക്കില്ലെന്ന് കരുതിയ ഞാൻ ഇവനെ മാത്രം കണ്ണടച്ച് വിശ്വസിച്ചു. പ്രിയയുടെ കണ്ണിൽ നിന്നും നീർത്തുള്ളികൾ ചാലിട്ടൊഴുകി. എൻ്റെ ജീവിതം വെച്ച് കളിച്ച് ഇത്രയൊക്കെ എന്നോട് കാണിച്ച ഇവൻ്റെ കരണം നോക്കി ഒന്ന് പൊട്ടിക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല. അവനടിച്ചാൽ എൻ്റെ കൈ നാറും. അത്രയ്ക്കും വൃത്തികെട്ട മനസ്സാണ് അവന്. അത്രയും പറഞ്ഞ് പ്രിയ നിറഞ്ഞു വന്ന കണ്ണുകൾ അമർത്തി തുടച്ചു. ആദ്യം ഒന്ന് നോക്കിയതും അവൻ മറ്റെവിടെയോ ദൃഷ്ടി പതിപ്പിച്ച് നിൽപ്പുണ്ട്. നിങ്ങളെയൊക്കെ ഞാൻ എൻ്റെ സ്വന്തം ചേട്ടന്മാരെ പോലെ കണ്ടത്.
നിങ്ങൾ എന്നെ ഏത് രീതിയിൽ കണ്ടിരുന്നു എന്നെനിക്കറിയില്ല. ഞാൻ പോവാണ്. ഇനി ഒരിക്കലും ഞാൻ ഇങ്ങോട്ട് വരില്ല. നിങ്ങളുടെ കൂട്ടുകാരനെ ഇനി ഒരിക്കലും കാണരുതേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. പോട്ടെ, ഗുഡ് ബൈ. അത്രയും പറഞ്ഞവൾ കാറ്റുപോലെ അവിടെ നിന്ന് പോയതും ശ്യാമും ഗോകുലും ഷിബിയും എന്ത് ചെയ്യണമെന്നറിയാതെ നിന്ന് പോയിരുന്നു. അപ്പോഴും ആദി അതുപോലെ തന്നെ നിൽപ്പുണ്ട്. അവനൊന്ന് തിരിഞ്ഞു നോക്കിയത് പോലുമില്ല.